Hi, how's it going? It's a long time since I made any videos. So, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുക, തപ്പിപ്പിടിക്കാതെ സംസാരിക്കുക എന്നുള്ളതാണ്. സോ ഞാൻ കണ്ടെടുത്തോളം എന്താ നമ്മുടെ ലാംഗ്വേജ്, അതായത് മെയിനായിട്ട് ഇംഗ്ലീഷ്, അത്യാവശ്യമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് ഈ ഫ്ലുവൻസി നഷ്ടപ്പെടാനുള്ള മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ വൊക്കാബുലറികൾ നമ്മൾ പഠിക്കും. ആ വൊക്കാബുലറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ സെൻറ്റൻസുകൾ നോക്കും, പിന്നെ നമ്മളത് തിങ്ക് ചെയ്യും ഈ വൊക്കാബുലറി നമ്മൾ എവിടെ ഉപയോഗിക്കാം. ചില യൂഷ്വലി യൂസ് ചെയ്യുന്ന വാക്കുകൾ മാറ്റിയിട്ട് എങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് ഒന്നുകൂടി സ്മൂത്താക്കാന്നുള്ള രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കാനുള്ള വഴികൾ കണ്ടുപിടിക്കും. സോ അതൊരു കാരണമായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ലാംഗ്വേജ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് വെച്ചോ, അതിന് ശരിയായിട്ടുള്ളൊരു പാറ്റേണിലല്ല അത് പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ വേറെ രാജ്യത്തിലെ ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. നമ്മുടെ മലയാളത്തിലുണ്ടല്ലോ ഒരു പാറ്റേൺ, അതുപോലെ ആ പാറ്റേണിലൂടെയല്ല നമ്മൾ സംസാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് പറയും യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ബട്ട് അത് നമ്മളൊരു അമേരിക്കൻ ഇംഗ്ലീഷിൽ വെച്ച് നോക്കുമ്പോൾ അധികം നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമുക്ക് കേൾക്കാൻ പറ്റുന്നത് യു ഗെറ്റ് ദിസ്, യു ഗോട്ട് ദാറ്റ്. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഐ ആം ഗോയിങ് ടു ഡു സംതിങ്. അത് അമേരിക്കൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ ഐ എം ഗോണ ഡു സംതിങ്, ഐ വാണ്ട് ടേക്ക് ഇറ്റ്. അങ്ങനെയുള്ളൊരു പാറ്റേൺ ആണ്. സോ നമ്മളെ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ വാക്കുകൾ നോർമലി അമേരിക്കൻസ് ഉപയോഗിക്കുന്ന വാക്കുകളല്ല നമ്മുടെ പാറ്റേണിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഫ്ലുവൻസിയിൽ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓവർകം ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? അത് ഓവർകം ചെയ്യാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മൾ ഇത്തരത്തിലുള്ള പാറ്റേണുകൾ പഠിക്കുക എന്നുള്ളതാണ്. ഫ്രേസസ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, അത് നമ്മൾ ഇംഗ്ലീഷിനൊന്നുകൂടി നാച്ചുറലാക്കും. സോ ഇതെങ്ങനെ നമുക്ക് പഠിക്കാം? മെയിനായിട്ട് കേൾക്കുക എന്നുള്ളതാണ്. റേഡിയോസ് കേൾക്കാം. ഒത്തിരി റേഡിയോസ് ഉണ്ട്, അമേരിക്കൻ, അതുപോലെ തന്നെ ഏത് ലാംഗ്വേജ് ആണോ, ബ്രിട്ടീഷ്. പിന്നെ പിന്നെ ഇപ്പോൾ കൂടുതൽ ആമസോൺ പ്രൈം, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ഈ TV ഷോസ്, TV സീരീസ്, ഡ്രാമ, സിനിമകൾ, ഇതൊക്കെ കണ്ട് ചിലതൊക്കെ നോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാം. സോ അതാണ് മെയിനായിട്ട് ഫ്ലുവൻസി കിട്ടാത്തത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്ന ഏകദേശം ഒരു ഡേ ടു ഡേ കോൺവെർസേഷൻ ലെവലാണ്. അപ്പോൾ ആക്ച്വലി നമ്മളൊരു ഒരു ജേർണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് അങ്ങനത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് തന്നെ വേറെയാണ്. അപ്പോൾ ആക്ച്വലി ഇത്തരത്തിലുള്ള ഈ ഫ്ലുവൻസി ഉണ്ടാക്കുന്ന അത്തരത്തിലുള്ള ചില വാക്കുകളുണ്ടല്ലോ, ചില TV ഷോസിൽ നിന്ന് എടുത്തിട്ട് ഒരു വീഡിയോ പോലെയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ഐഡിയ ചെയ്യുന്നുണ്ട്. സോ അത് ഞാൻ നോക്കുന്നുണ്ട്. മലയാളത്തിൽ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സോ ഐ ഹോപ്പ് യു സപ്പോർട്ട് മീ ഫോർ ദാറ്റ്. That's it. Have a nice day.